അവിടെ ചെറിയൊരു കട ഉണ്ട്. അപ്പം നൈസായിട്ട് അവിടെ കയറി ഒരു ചായ അടിക്കാം. സോ അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞു. നൈസ് ഫുഡായിരുന്നു കേട്ടോ. പോണ വഴി ജസ്റ്റ് കണ്ട് ഒരു സ്ഥലത്ത് കയറിയാണ്. പ്രായ 2 ആൾക്കാർ നല്ല അടിപൊളി ദോശയും മുട്ട റോസ്റ്റ് അടിച്ചു. ആ പരിപാടിയും കഴിഞ്ഞു. ഇനി എവിടെയെങ്കിലും നൈസായിട്ടൊന്ന് നിർത്തി ഒന്നും മുള്ളണം, അത്രേ ഉള്ളൂ. അപ്പോൾ ക്ലൈമറ്റൊക്കെ കുറച്ച് നൈസായിട്ടുണ്ട്. എല്ലാം ഗോയിങ് ഗുഡ്. വണ്ടി ഈസ് ഡൂയിങ് ഗുഡ്. ബാക്കിൽ നമ്മളെ അണ്ണൻ ഈസ് ഡൂയിങ് ഗുഡ്. ഓൾ ആർ ഡൂയിങ് ഗുഡ്. ഇവിടെ എന്താ കാണിക്കുന്നത്? മീൻമുട്ടി വാട്ടർഫോൾസ് 3 കിലോമീറ്റർ. വേണ്ട, നമുക്ക് എന്തായാലും ഒരു 10 മണിയാകുമ്പോഴേക്കും ഊട്ടിയിലെത്തണം. ഇല്ലെങ്കിൽ പിന്നെ വെറുതെ അവിടെ കയറി ഇറങ്ങുന്ന പോലെയും. കുറച്ച് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ടൈം കണക്കാക്കിയിട്ട് ഇന്ന് തന്നെ തിരിക്കണം. എന്നിട്ട് നോക്കാം. ലെറ്റ്സ് സീ. റോഡൊക്കെ നൈസാട്ടോ. ഫോട്ടോസൊക്കെ ഭയങ്കര കുറവാണ്. നല്ല വൃത്തിയുണ്ട് പോകാൻ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറാസ് ഉണ്ടാവും, അപ്പോൾ അതൊന്നും നോക്കുക. ഇതുപോലത്തെ ഹാർഡ് ബെൻസൊക്കെ വരുമ്പം നോക്കിയും കണ്ടുകൊടുക്കുക. നമുക്കൊരു കൺട്രോൾ ഉണ്ടായാൽ മതി. അവിടുത്തെ വരുന്നവന് കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ തീർന്നു. അത് വേറെ കാര്യം. നല്ല സ്മൂത്ത് കേവ്സ് ഒക്കെ ഇട്ടോ അവിടെ അല്ലേ. ഒരു V3 ഒക്കെ എടുത്ത് വരുന്ന ആൾക്കാർക്ക് സ്വർഗമായിരിക്കും ഇത്. നൈസ് കേവ്സ് അല്ലേ. സോ ഊട്ടി 88 കിലോമീറ്റർ, ഗൂഡല്ലൂർ 38 കിലോമീറ്റർ. വി ആർ ഒഫീഷ്യലി ഔട്ട് ഓഫ് കേരള. അപ്പം ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് ഗൂഡല്ലൂർ 38 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഊട്ടി. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി തമിഴ്നാട്ടിലാണ്. ലെറ്റ്സ് കണ്ടിന്യൂ ദ റൈഡ്. അണ്ണാവേ ഓൺ ലെവലാണ്. അണ്ണാവേ ഓൺ ലെവൽ. ഹെവി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ചില്ലിങ് ആണ് മൂപ്പര്. ക്യാമറ ഓഫാക്കാൻ എനിക്ക് തോന്നുന്നില്ല. പഠിച്ചോനെ എമ്മ വ്യൂവോ. മെല്ലെ എൻജോയ് ചെയ്ത് ചില്ല് ചെയ്ത് പോകണം. ഞാൻ 96 കിലോമീറ്ററായി. ഇപ്പോഴും വണ്ടീൻ്റെ ഫ്യൂവല് ഫുൾ തന്നെയാണ് കാണിക്കുന്നത്. ഒരു കട്ട കുറഞ്ഞിട്ടൊന്നുമില്ല. സ്റ്റിൽ ഫുള്ളെന്നാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഫ്യൂവൽ ഗേജിന് എന്താ കംപ്ലൈൻ്റ് ആണോന്ന് എനിക്കറിയില്ല. എനിവേ മനസ്സിനൊരു സുഖമുണ്ട് അത് കാണുമ്പോൾ. മോനെ ലാൻഡ്സ്കേപ്സൊക്കെ ഏതാ അല്ലേ. വൈബ് എന്ന് പറഞ്ഞാൽ ഇമ്മാരി. ഹൈദരാബാദൊക്കെ പോകണല്ലേ. ഇതിലും വലിയ മനസമാധാനം വേറെന്താ വേണ്ട ബ്രോ. പോരെ, ഇത് പോരെ. ഊട്ടി നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. ഇനി അവിടെ എത്തുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് ഓർക്കറ. അവിടെ വേറെ ലെവൽ വ്യൂ ആയിരിക്കും. പെർഫെക്റ്റ് ക്ലൈമറ്റാണ്. നല്ല വൃത്തിയുള്ള ക്ലൈമറ്റ്. എനിക്ക് വളരെ ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ പൊന്നോ. എല്ലാവരും പണിക്ക് പോണു, ഞങ്ങൾ തെണ്ടി നടക്കുന്നു. അതാണിപ്പോൾ ഇവിടെ അവസ്ഥ. തണുപ്പെന്ന് പറയാൻ ഹെവി തണുപ്പൊന്നുമില്ല, ബെയറബിളാണ്, ഓക്കെയാണ്. ഊട്ടിയിലെ ക്ലൈമറ്റ് കണ്ടീഷൻ എന്താ എനിക്കറിയില്ല. അവിടെ എത്തിയിട്ട് ഞാൻ ടെമ്പറേച്ചർ വിധം പറഞ്ഞുതരാം. നമ്മളെ നനഞ്ഞ പാൻറ്റും ഇതൊക്കെ മെല്ലെ മെല്ലെ ഉണങ്ങിയിട്ടുണ്ട്. ആ അല്ല മോനെ, അതെന്താ സംഭവം? ഇതെന്തോ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചാണോ? അതുപോലെ താഴെ വണ്ടി ഒന്നും ഇല്ലല്ലോ അല്ലേ. തെറിച്ച് കിടക്കുന്ന ഇഷ്ടമല്ല.
എൻ്റെ പൊന്നോ, ഞാൻ ഓഫാക്കാൻ പോവും, അപ്പോൾ ലാൻഡ്സ്കേപ്സ്, ഓഫാക്കാൻ പോവും, അപ്പോൾ ലാൻഡ്സ്കേപ്പ്. ഓ ഇത് പൊളിക്കും. അണ്ണാവെ ഇപ്പോൾ ഒരു പശുവിനെ കൊണ്ട് ചാമ്പ്യനെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ മുന്നിൽ തന്നെ ഒരു പശു. അടിപൊളി. ഇനി നമ്മൾ നോക്കിയും കണ്ടും പോയിട്ടില്ലെങ്കിൽ പണി പാലും വെള്ളത്ത് കൊടുക്കും. പശു, പട്ടി, അങ്ങനെ എല്ലാവിധ അത് കിടക്കണം ജീവികളും റോട്ടിനടുക്ക് കാണും. റോഡ് മൊത്തം ചാണകം ചവിട്ടി നടക്കാൻ വയ്യാന്നുള്ള അവസ്ഥയിലാണ്. എക്സ്പേർട്സ് ആകുമ്പം കുണ്ട് വെട്ടിക്കാതെ പോകാം, പക്ഷേ ചാണകം ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബ്രോ. ഈ റോഡ് വരുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളവിലൊക്കെ നോക്കി കണ്ടും പോവാം, ഇല്ലെങ്കിൽ ഇത്ര പോകുന്ന കട്ടിയിൽ ചാണകം ഉണ്ടാവും. വണ്ടി അതിൻ്റെ മേലെ കൂടെ കയറി സ്ലിപ്പായി വീഴാൻ സാധ്യതയുണ്ട്. ഞാനൊരു നാക്കിനാണ് മിസ്സായത്. ഈ ഗാർഡ് റോഡ്സൊക്കെ വൈബാട്ടോ, ഒന്നും പറയാനില്ല. പയ്യെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ചില്ല് ചെയ്ത് പോകണം. അതിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെ. എലിഫന്റ് ക്രോസിംഗ് ഉള്ള ഏരിയയാണ്. സോ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. ആനനെ കണ്ട സ്പോട്ടിൽ നമ്മൾ യൂട്യൂബ് അടിച്ച് പോകും, അതിൻ്റെ ഒരു സംശയമില്ല. നോക്കാം, ലെറ്റ്സ് സീ. നമ്മളെ വയനാട്ടിൽ ഇതുപോലെ വേണം കേട്ടോ. നമ്മളെ വയനാട് ചുരത്തിലൊക്കെ ചെറിയ ചെറിയ ബക്കറ്റുകൾ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് മറ്റേ ആൾക്കാർ സൈഡിലൊക്കെ ഇരുന്ന് തിന്നിട്ട് നാട്ടിൽ മൊത്തം പറക്കും വേസ്റ്റ്. ഇവിടെ ആ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വേസ്റ്റ് എല്ലാവരും വളരെ എന്താ പറയുക നോക്കിയിട്ടാണ് യൂസ് ചെയ്യണം. ലൈക്ക് എന്താ പറയുക, അധികം പ്ലാസ്റ്റിക് വേസ്റ്റ് റോഡിലൊന്നും കിടക്കുന്നില്ല. തീരെ ഇല്ല എന്നല്ല, ലൈക്ക് നമ്മുടെ കേരളത്തിൻ്റെ അത്ര ഇല്ല.